കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറുനാടൻ്റെ ചാനലിൽ ഒരു വീഡിയോ രേണുസുധിക്കെതിരെ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണുസുധി വീടിനെക്കുറിച്ചും അതുപോലെ തന്നെ വീട്ടിലെ മതിൽ പൊളിഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പം വീടുള്ളത്. അതുപോലെ തന്നെ മതിലൊക്കെ പൊളിഞ്ഞു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മതിൽ പണിത് കൊടുത്തതെന്ന് പറയുന്നത് മറുനാടനായിരുന്നു. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മറുനാടൻ ഒരു വീഡിയോ എതിരെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ 1-2 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് രേണുസുധി ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീട്ടിൻ്റെ മതിൽ കാണിച്ചു കൊടുക്കണം. എന്തുമാത്രം ആ ഒരു മതിലിന് പ്രശ്നമുണ്ടെന്ന് ഫുള്ളായിട്ട് പൊളിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് മറുനാടൻ ആ ഒരു വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറുനാടനോട് മാപ്പ് പറയണം, ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ രേണുസുധി ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത്, സഹായിച്ചവരെ തന്നെ ഇതേ കണക്ക് വഞ്ചിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മറുനാടൻ ആ ഒരു വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് രേണുസുധി വീഡിയോ ഇട്ടേക്കുന്നത്. നിങ്ങൾക്കെതിരെ എന്തിനാണ് ഞാൻ മാപ്പ് പറയുന്നത്? നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങളും അതിൽ പണിത് തരാമെന്ന് പറഞ്ഞിട്ടാണ് പണിത് തന്നത്. എന്നിട്ട് ഈ ഒരു കോലമാണ്. ഇങ്ങനെ ആയപ്പോഴാണ് ഞങ്ങളിതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേറ്റസ്റ്റായിട്ട് വന്ന വീഡിയോയിൽ മതിലിൻ്റെ ആ ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട്. എത്രമാത്രം പ്രശ്നം അതിനുണ്ട് എന്നുള്ളൊരു കാര്യം. രേണുസുധിയുണ്ട്, രേണുസുധിയുടെ അച്ഛനുണ്ട്. രണ്ടുപേരും കൂടെ ചേർന്നാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ തൻ്റെ അടുത്ത് മാപ്പ് പറയും, അങ്ങനെയൊന്നുമില്ല, താൻ ഇതേ കണക്കുള്ള പറ്റിപ്പുമായിട്ട് വരാതിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിത് ചെയ്തത് ഫ്ലവേഴ്സിനോടൊക്കെ ഉള്ള ഒരു ദേഷ്യം കൊണ്ടാണ് എന്നറിയാം. ഈ ഒരു വീടൊക്കെ പണിത് തരാമെന്ന് ഫസ്റ്റ് തീരുമാനിച്ചത് ഫ്ലവേഴ്സൊക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറെ അടുത്ത ആൾക്കാർ വന്നു മതിൽ പണിഞ്ഞ് തന്നത് നിങ്ങളാണ്. പക്ഷെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോൾ അത് പറയേണ്ടതാണ് എന്ന് തന്നെയാണ് രേണുസുധി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ ഒരു ഫുൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം മറുനാടനെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ഫുൾ വീഡിയോ കാണണമെങ്കിൽ പോയി ആ ഒരു രേണുസുധിയുടെ ചാനൽ തന്നെ പോയി കാണാവുന്നതാണ്.